ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ടേംസിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഒന്നാമത് അസറ്റ്സ്. അസറ്റ്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, കറണ്ട് അസറ്റ് എന്നും നോൺ കറണ്ട് അസറ്റ് എന്നും. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ്സ് നമുക്ക് കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് അല്ലെങ്കിൽ സെയിൽ ചെയ്യാനും കൺസംഷനും വിത്തിൻ 1 ഇയർ ചെയ്യുന്ന അസറ്റ്സിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. നോൺ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടേമിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന അസറ്റ്സിനെയാണ്, അതിൽ നിന്ന് ബെനിഫിറ്റ്സ് എടുക്കുന്ന അസറ്റ്സിനെയാണ് നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ലൈക്ക് ബിൽഡിംഗ്, മെഷീനറി എക്സെട്ര. ദെൻ ലയബിലിറ്റീസ് പറഞ്ഞാൽ ബാധ്യതകളെ രണ്ടായിട്ട് തിരിക്കാം, കറണ്ട് എന്നും നോൺ കറണ്ട് എന്നും. കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ അത് സെറ്റിൽ ചെയ്തിട്ടുണ്ടാവണം, അതായത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഷോർട്ട് ടേം ലോൺ എക്സെട്ര. ദെൻ നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോങ് ടേമിലേക്ക്, അതായത് ഒരിക്കലും അത് 1 ഇയറിനകത്ത് കാര്യങ്ങളായിരിക്കില്ല, അതിനേക്കാളും മുകളിലായിരിക്കും പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ക്യാപിറ്റൽ. ഒരു ബിസിനസ് ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് പൈസയായിട്ട് ആവണമെന്നില്ല, അസറ്റായിട്ടും ഒക്കെ വരാം. ദെൻ നാലാമത്തത് റവന്യൂ. റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം രണ്ട് രീതിയിലുണ്ടാവും. നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ ആ ബിസിനസിന്റെ നോർമൽ ഓപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതായത് ഒരു ജ്യൂസ് ഷോപ്പ് ആണെങ്കിൽ ജ്യൂസ് വിറ്റിട്ട് കിട്ടുന്ന ഒരു വരുമാനം. അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ അതിനെ നോൺ ഓപ്പറേറ്റിംഗ് എന്ന് പറയും. അപ്പോൾ വരുമാനത്തെ അല്ലെങ്കിൽ റവന്യൂവിനെ നമുക്ക് ഇൻകത്തിനെ ഓപ്പറേറ്റിംഗ് എന്നും നോൺ ഓപ്പറേറ്റിംഗ് എന്നും തിരിക്കാം. ദെൻ അഞ്ചാമത് എക്സ്പെൻസസും നമുക്ക് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ ധാരാളം എക്സ്പെൻസസ് ആവശ്യമുണ്ട്. സ്റ്റാഫിന് സാലറി കൊടുക്കണം, ബിൽഡിങ്ങിന്റെ റെന്റ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം, ടെലിഫോൺ ബില്ല് അടയ്ക്കണം, ഇതെല്ലാം എക്സ്പെൻസസ് ആണ്. അത് റെക്കറിംഗ് നേച്ചർ, എവറി മന്ത് വി ഹാവ് ടു പേ. ബട്ട് ദർ ആർ സം അതർ എക്സ്പെൻസസ്, അത് നോൺ ഓപ്പറേറ്റിംഗ് നേച്ചർ ആണ്. റെക്കറിംഗ് നേച്ചർ ആയിരിക്കണമെന്നില്ല, പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതിനെയാണ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡ്രോയിങ്സ്. ഡ്രോയിങ്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഓണർ ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ ആവശ്യത്തിലേക്ക് പൈസ എടുത്തുകൊണ്ട് പോയാൽ അതിനെ ക്യാഷ് ഡ്രോയിങ്സ് എന്നും, സാധനങ്ങളാണ് എടുത്തുകൊണ്ട് പോകുന്നതെങ്കിൽ അതിനെ ഗുഡ്സ് ഡ്രോയിങ്സ് എന്നും പറയാം. രണ്ടും ഡ്രോയിങ്സ് തന്നെയാണ്. ദെൻ അക്കൗണ്ട്സ് റിസീവബിൾ. റിസീവബിൾസിനെ രണ്ടായിട്ട് തിരിക്കാം, ട്രേഡ് റിസീവബിൾ എന്നും അതർ റിസീവബിൾ എന്നും. ട്രേഡ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡിങ്ങിലുള്ള, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ബാലൻസിനെയാണ് പറയുന്നത് ട്രേഡ് റിസീവബിൾ. അതായത് നമ്മൾ ക്രെഡിറ്റില് സാധനങ്ങൾ വിറ്റു, അയാൾക്ക് നമ്മളൊരു സമയം കൊടുത്തു, 15 ദിവസം അല്ലെങ്കിൽ 30 ദിവസത്തിനകത്ത് ഇത് പേ ചെയ്യണം, അതിനെയാണ് ട്രേഡ് റിസീവബിൾ എന്ന് പറയുന്നത്. അതർ റിസീവബിൾ എന്ന് പറഞ്ഞാൽ ഇത് ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തതല്ല, ഇൻട്രസ്റ്റ്, റെന്റ് അല്ലെങ്കിൽ കമ്മീഷൻ അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടാനുണ്ടെങ്കിലാണ് അതിനെ അതർ റിസീവബിൾ എന്ന് പറയുന്നത്. പിന്നെ അക്കൗണ്ട് പേയബിൾസ്, സെയിം ലൈക്ക് അക്കൗണ്ട് റിസീവബിൾ. അക്കൗണ്ട് പേയബിളിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ട്രേഡ് പേയബിൾ, അതായത് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്ത സപ്ലയേഴ്സിന് നമ്മൾ കൊടുക്കാനുള്ള ബാലൻസിനെയാണ് ട്രേഡ് പേയബിൾ എന്ന് പറയുന്നത്. അതർ പേയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാലറി കൊടുക്കാനുണ്ട്, റെന്റ് കൊടുക്കാനുണ്ട്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ അതർ പേയബിൾ എന്ന് പറയുന്നത്. ഗുഡ്സ് അഥവാ ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ അൺസോൾഡ് ആയിട്ട് ഇരിക്കുന്ന സാധനം, നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, അത് കുറച്ച് വിറ്റു, ബാക്കി നമ്മുടെ കയ്യിലിരിക്കുന്ന അതിനെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് പറയുന്നത്. അത് നോർമൽ ബിസിനസ്സിൽ ഒരൊറ്റ ഇൻവെന്ററിയെ കാണത്തുള്ളൂ, നമ്മുടെ കയ്യിൽ അൺസോൾഡ് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന. ഫോർ എക്സാമ്പിൾ, നമ്മൾ 1000 യൂണിറ്റ് വാങ്ങി 800 വിറ്റ്, ബാക്കി 200 നമ്മുടെ കയ്യിലുണ്ട്, അത് നമ്മുടെ സ്റ്റോക്കാണ്. മാനുഫാക്ചറിങ് ബിസിനസ്സിൽ നമുക്ക് റോ മെറ്റീരിയൽ എന്നും കാറ്റഗറൈസ് ചെയ്യാം, ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് അവര് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ കേസിൽ നമുക്ക് രണ്ട് സ്റ്റോക്ക് ഉണ്ടാവും, റോ മെറ്റീരിയലിന്റെ ബാലൻസ് ഉണ്ടാവും, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഉണ്ടാവും. ലാസ്റ്റ് ക്യാഷ് ആൻഡ് ബാങ്ക്. ക്യാഷ് ആൻഡ് ബാങ്ക് മീൻസ് ക്യാഷ്, നമ്മുടെ കയ്യിലുള്ള ക്യാഷ്, ദെൻ ബാങ്കിൽ കിടക്കുന്ന ക്യാഷ്. ഇതൊരു ഓവറോൾ നമ്മുടെ ബേസിക് ടേംസ് ആണ്. ഇത് തീരുന്നില്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.